വീഡിയോ. അപ്പോൾ നമ്മൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയി. 2 മണിയായി. അപ്പോൾ തുറക്കാമെന്ന് വിചാരിച്ച് തുറക്കുമ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. തുറക്കുന്നത് ഇതുപോലെയാണ് ഉള്ളത്. നമുക്ക് തുറക്കാം. ഞാൻ തൂക്കിയിട്ട് ഒരു തുളസിൻ്റെ ഇമലായിരുന്നു. അപ്പോൾ അൺബോക്സിങ് ഞങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൂടി ആയിക്കോട്ടെ. നമ്മൾ തുറക്കുകയാണ്. 3, 2, 1. This is our clay. ഇതുണ്ടോ ഗൈസ്, നല്ലൊരു ക്ലേൻ്റെ ഒരു പരിവായിട്ടുണ്ട്. ഇത്തിരി കൂടി ഇനി വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ഗൈസ്. ഞാൻ കഴുകി കേട്ടോ. അത് വൈപ്പിൻ്റെ ഒച്ച കിഴീൻ്റെ അതേ രൂപത്തിലാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഞാനിവിടെ വീഡിയോക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഏട്ടനാണ് എൻ്റെ എല്ലാ പണിയും. ഇതുപോലെ കുഴക്കമൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്ലേനി ഈസിയാണ് ഗായ്സ് ചെയ്യേണ്ടത്. ഗായ്സ് നമുക്കൊരു ചെറിയ പരിപാടി ഇനിയുണ്ട്. ഇനി ഒരു 1 hour ഇനി ഇതുപോലെ തീയിൽ നേർത്തിട്ട് വെയിലത്ത് വെക്കണം. അതാണ് 1 hour അങ്ങനെ വെച്ചാലേ ഇത് ഉറച്ച് കിട്ടുള്ളൂ. ഇതിപ്പോൾ വെയിലായതുകൊണ്ട് ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല. നമ്മൾ വെക്കുന്ന ഒരു ടൈലിൻ്റെ മേലെയാണ് കേട്ടോ. ഇതുപോലുള്ള ഒരു ടൈലിൻ്റെ ചൂടാകും. ഇതുപോലെ ഉള്ള കെട്ടി ഉണ്ടാവും. അതൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് പൊടിച്ച് വരണം. ഇതാണ് നമ്മൾ പൊടിച്ചിട്ട് ഇതുപോലെ അമർത്തിയെടുക്കുക. ഇതുപോലെ അമർത്തി വെയിലാണ്ട് മാറി കാണുന്നുണ്ടോയെന്ന് അതാ ഇപ്പം കാണുന്നുണ്ടോ ഗൈസ്. ഇങ്ങനെ നല്ലോണം സ്ക്വാഷ് ചെയ്ത് നല്ലോണം എടുക്കാട്ട അമർത്താം. പിന്നെ ഇതുപോലെ കുറച്ചും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങോട്ടൊക്കെ കേട്ടോ. അകല്ല പുറത്തായോണ്ടെന്ന് എത്ര കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ ഗൈസ് ഇപ്പം കാണുന്നുണ്ട്. മാറി അപ്പം റെഡി. ഇങ്ങനെ പരത്തി വെക്കാം കേട്ടോ. എന്നിട്ടൊരു ടൈലിൻ്റെ മേലെ കിടന്നാൽ നല്ലോണം വേണം കേട്ടോ. നമുക്ക് വേറെ ഒന്ന് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം നീ അടുത്ത പാർട്ടിൽ അത് മറ്റേത് കാണിക്കും. പരത്തി വെച്ചതിന് ശേഷം തീരത്ത് 1 മണിക്കൂർ വെക്കണം കഴിച്ച്. നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. 3 മണിക്ക് കാണാം. ബൈ ബൈ.